നമസ്കാരം. 1201 പുതുവർഷം നിങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കും എപ്രകാരമായിരിക്കുന്നു എന്നാണ് പറയാൻ പോകുന്നത്. പുതുവർഷം പിറക്കുന്നതായ ഈ സമയത്ത് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ സ്ഥിതി പരിശോധിക്കുമ്പോൾ മിഥുനം രാശിയിൽ വ്യാഴവും, ചിങ്ങം രാശിയിൽ കേതുവും, കുംഭത്തിൽ രാഹുവും, മീനത്തിൽ ശനിയുമാണ് സഞ്ചരിക്കുന്നത്. മറ്റ് ഗ്രഹങ്ങൾ ഇടയ്ക്ക് മാറ്റങ്ങൾക്ക് വിധേയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ കൊല്ലവർഷം 1201 ആരംഭിക്കാൻ പോവുകയാണ് ഈ ഓഗസ്റ്റ് മധ്യത്തോടുകൂടി. അപ്പോൾ ഈ പുതുവർഷം ഓരോ നാളുകാർക്കും എങ്ങനെയുണ്ടെന്ന് നോക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് 1201 എങ്ങനെയുണ്ടെന്ന് നോക്കാം. മേടക്കൂറിൽ വരുന്ന നാളാണ് അശ്വതി. അശ്വതിക്കാരുടെ ഇപ്പോഴുള്ള സാമാന്യ ഗ്രഹസ്ഥിതി പറയുമ്പോൾ പ്രധാനമായിട്ട് 3-ാം ഭാവത്തിൽ വ്യാഴവും 5-ാം ഭാവത്തിൽ കേതുവും 11-ൽ രാഹുവും 12-ൽ ശനിയുമാണ് സഞ്ചാരം. 12-ലെ ശനി എന്ന് പറയുന്നത് 7.5 ശനിയുടെ ആരംഭകാലമാണ്. 3-ലാണ് വ്യാഴവും ശനിയും ഗോചരസ്ഥിതി അനുസരിച്ച് അനുകൂലമല്ല. അപ്പോൾ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന അവസ്ഥയാണ് അശ്വതി നാളുകാർക്ക് അനുഭവപ്പെടുന്നത്. മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ശരിയായിക്കൊള്ളണമെന്നില്ല. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാം. പ്രവർത്തന രംഗത്ത് പ്രതികൂലമായ സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്ത് കാര്യത്തിന് ശ്രമിക്കുമ്പോഴും തടസ്സങ്ങളും പ്രതികൂലമായ സ്ഥിതിയും അനുഭവപ്പെടാൻ ഇടയുണ്ട്. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതിന് കുറച്ച് തടസ്സങ്ങളുണ്ടായേക്കും. വിദേശ തൊഴിലിന് ശ്രമിച്ചാൽ അതിനും തടസ്സങ്ങളുണ്ടാകാം. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ കൂടുതൽ ശ്രദ്ധ പാലിക്കണം. അല്ലാത്തപക്ഷം നിങ്ങളുടെ കർമ്മരംഗത്ത് ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചേക്കാം. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കുറെ കൂടി കൂടുതൽ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ സൂക്ഷ്മതയും ശ്രദ്ധയും ഉണ്ടായിരിക്കേണ്ടതാണ്. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. വളരെയധികം ശ്രദ്ധ പാലിക്കുക. സംഭാഷണത്തിൽ നല്ലതുപോലെ കരുതലും ശ്രദ്ധയും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് വളരെ ശ്രദ്ധയോടുകൂടി പരിശ്രമം ആവശ്യമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടാതെ ഇരിക്കുക. വളരെ ആലോചിച്ചു മാത്രം തീരുമാനങ്ങൾ എടുക്കുക തുടങ്ങി വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അശ്വതി നാളുകാരായ നിങ്ങളുടെ വ്യക്തിപരമായ ഗ്രഹസ്ഥിതി അറിഞ്ഞ് ശരിയായ രീതിയിൽ രാശി ചിന്ത ചെയ്ത് ഉചിതമായ പ്രതിവിധികൾ നിർവഹിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ നിങ്ങളുടെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് നല്ല വിജയം നേടാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ പ്രതികൂല സാഹചര്യം എന്ത് തന്നെ ആയാലും അതിനെയെല്ലാം മറികടന്ന് വിജയിക്കാനുള്ള മാർഗമുണ്ട്. ശരിയായി രാശിചിന്ത ചെയ്ത് മുമ്പോട്ട് പോവുക. ഭരണി നാളുകാരെ സംബന്ധിച്ച് ഈ വരുന്ന 1201 എപ്രകാരമുണ്ടെന്ന് നോക്കാം. 3-ാം ഭാവത്തിൽ വ്യാഴവും 12-ൽ ശനിയും 5-ൽ കേതുവും 11-ൽ രാഹുവുമാണ് പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതികൾ. ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സമയത്തിലൂടെയാണ് ഭരണി നാളുകാർ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. പുതിയതായി ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് പെട്ടെന്ന് ശരിയാകണമെന്നില്ല.
സ്വന്തമായി വിവിധ മേഖലകളിൽ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകാം. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, തൊഴിൽപരമായ പരാജയങ്ങൾ, ക്ലേശങ്ങൾ, ഇതിനൊക്കെ സാധ്യത ഉണ്ട്. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ നിങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഭരണിക്കാരെ സംബന്ധിച്ച് മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് വളരെ ആലോചിച്ച് വേണം. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ പലതരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടി വരും. വളരെ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും നന്നായി പരിശ്രമിച്ച് മുമ്പോട്ട് പോവുക. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രവർത്തന മേഖലയെപ്പറ്റി വളരെ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കി ശ്രദ്ധാപൂർവം ചെയ്യുക. പണമിടപാടുകൾ വളരെയധികം സൂക്ഷിച്ച് നടത്തേണ്ടതാണ്. നിങ്ങളുടെ കസ്റ്റമർമാരുമായി കുറെ കൂടി ഊഷ്മളമായ വളരെ നല്ല ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടി നന്നായി പരിശ്രമിക്കണം. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർ വളരെ ജാഗ്രതയോടുകൂടി അത് ചെയ്ത് മുമ്പോട്ട് പോകണം. ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ മേഖലയെ നിലനിർത്തിക്കൊണ്ടു പോകാൻ തന്നെ ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. സംഭാഷണത്തിൽ വളരെയധികം കരുതലും ആത്മനിയന്ത്രണവും ശീലിക്കേണ്ടതാണ്. നിങ്ങളുടെ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് സംസാരിക്കേണ്ടതാണ്. ആവശ്യമില്ലാത്തതായ ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കുക. എല്ലാവരോടും വളരെ കരുതലോടെ, വളരെ അതീവ സ്നേഹത്തോടുകൂടി തന്നെ ഇടപെട്ട് ശീലിക്കേണ്ടതാണ്. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് നന്നായി ആലോചിച്ച് തീരുമാനങ്ങളെടുത്ത് മുമ്പോട്ട് പോകണം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസമുണ്ടാകും. അന്യദേശങ്ങളിൽ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും എല്ലാ തീരുമാനങ്ങളും എടുത്ത് മുമ്പോട്ട് പോവുക. ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടാലും അതിനൊക്കെ പരിഹാരങ്ങളുണ്ട്. എത്ര പ്രതികൂല സാഹചര്യങ്ങളെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നാലും അതിനെല്ലാം തന്നെ വളരെ ഫലപ്രദമായ പരിഹാരങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. വ്യക്തിപരമായി നിങ്ങളുടെ ജനനത്തീയതിയും സമയവും അനുസരിച്ച് ഗ്രഹസ്ഥിതി തയ്യാറാക്കി അതിൻ പ്രകാരമുള്ള രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ നിർവഹിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് നല്ല വിജയവും ജീവിതത്തിൽ തൃപ്തിയും നേടുന്നതിനുള്ള അവസരം ഉണ്ടാകും. കാർത്തിക നക്ഷത്രക്കാർക്ക് 1201 ആണ്ട് എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. കാർത്തികയുടെ ആദ്യ കാൽഭാഗം മേടക്കൂറിലും പിന്നീടുള്ള മുക്കാൽ ഭാഗം ഇടവക്കൂറിലുമാണ് വരുന്നത്. കാർത്തികക്കാർക്ക് ഈ പുതുവത്സരം പൊതുവെ അനുകൂലമായിരിക്കും. അതിൽ മേടക്കൂറിൽപ്പെട്ടവർക്ക് ഒരു പരിധി വരെയുള്ള അനുകൂലാവസ്ഥയാണ് ഉണ്ടാകുന്നത്. പൊതുവെ ഗുണദോഷ സമ്മിശ്ര സ്ഥിതി നിൽക്കും. പുതിയ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആ കാര്യത്തിലും വിജയമുണ്ടാകാൻ ഇടയുണ്ട്. നിങ്ങൾക്ക് നല്ല സ്ഥാപനത്തിൽ നല്ല നിലയിൽ ജോലി കിട്ടാനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കൂടുതൽ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ അനുഭവപ്പെടും. നിങ്ങൾക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിച്ചേക്കാം, കൂടുതൽ ഉയർച്ച ലഭിച്ചേക്കാം. നിങ്ങൾക്ക് ശമ്പള വർധനവ് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. നിങ്ങളുടെ
ജോലി സ്ഥലത്ത് കൂടുതൽ സൗകര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയുണ്ട്. ദീർഘനാളായി അന്വേഷിച്ചു കൊണ്ടിരുന്ന ഏറ്റവും തൃപ്തികരമായ ഒരു വാസസ്ഥലം നിങ്ങൾക്ക് ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പൊതുവെ എല്ലാ കാര്യങ്ങളിലും അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകും. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാർത്തിക നാളുകാർക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. അവനവൻ്റെ കർമ്മരംഗത്ത് വിജയം, സാമ്പത്തിക പുരോഗതി, പല വിധത്തിലുള്ള ഗുണങ്ങൾ ഇവയൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനപരമായി നല്ല പുരോഗതി ലഭിക്കും. ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപരിപഠനത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസരവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. കച്ചവടക്കാർക്ക് നല്ല സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ മേഖലയെ കൂടുതൽ വിപുലീകരിക്കാൻ അവസരമുണ്ടാകും. നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനും അത് കൂടുതൽ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനുമുള്ള സന്ദർഭമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ജീവിതത്തിൽ ദീർഘനാളായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാനായിട്ട് അവസരം വന്നു ചേരുന്നതാണ്. വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനം ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ പ്രണയ കാര്യങ്ങളിലും വളരെ തൃപ്തികരമായ നല്ല പുരോഗതി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സ്വന്തമായി പലവിധ തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കൂടുതൽ ഉയർച്ചയിലേക്ക് പോകാനായിട്ട് അവസരമുണ്ടാകും. നിങ്ങളുടെ സ്വയം തൊഴിൽ മേഖലയെ കൂടുതൽ വികസിപ്പിക്കുന്നതിനും ജീവിതത്തിൽ വലിയ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനും നിങ്ങൾക്ക് സന്ദർഭം ലഭിക്കുന്നതാണ്. കാർത്തിക നാളുകാരെ സംബന്ധിച്ച് 1201 ആണ്ട് എന്ന് പറയുന്നത് ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ്. സുപ്രധാനമായ ഒരു ടേണിംഗ് പോയിന്റിൻ്റെ കാലഘട്ടമാണ് ഈ വരാൻ പോകുന്നത്. കലാരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അങ്ങനെ വിഭിന്നങ്ങളായ മേഖലയിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം തന്നെ അവിസ്മരണീയമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് വരുന്നത്. നിങ്ങളുടെ വ്യക്തിപരമായി ജനനത്തീയതിയും സമയവും അനുസരിച്ചുള്ള സൂക്ഷ്മമായ ഗ്രഹനില തയ്യാറാക്കി അതിനനുസരിച്ച് രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ കാര്യങ്ങളിലും വലിയ ഉയർച്ചയും പുരോഗതിയും നേട്ടങ്ങളും കൈവരിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ്. രോഹിണി നാളുകാർക്ക് 1201 ആണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ വ്യാഴം പൊതുവെ വളരെ അനുകൂലമാണ്. ശനിയും അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെയുള്ള പുരോഗതികൾ കൈവരിക്കാൻ സാധ്യതയുള്ള സമയമാണ്. പുതിയതായി ജോലിയിൽ പ്രവേശിക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് നിങ്ങൾക്ക് അവസരം വന്നു ചേരുന്നതാണ്. അന്യദേശത്ത് ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതും നേടിയെടുക്കാനുള്ള അവസരമുണ്ടാകും. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് വിവിധ മേഖലകളിൽ വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നയാളാണെങ്കിൽ അതിലെല്ലാം തന്നെ വളരെ നേട്ടങ്ങളുണ്ടാകും. നിങ്ങൾക്ക് തൊഴിലിൽ കൂടുതലായിട്ട് ഉയർച്ച ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സ്ഥാനക്കയറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വരുമാനത്തിൽ വർധനവുണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലിടത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കാനും ദീർഘനാളായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല വാസസ്ഥലം നേടിയെടുക്കാനുമെല്ലാം അവസരമുണ്ടാകുന്നതാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് ഈ കാലയളവിൽ നല്ല പഠന പുരോഗതിയും ആഗ്രഹമനുസരിച്ച് ഉപരിപഠനത്തിനുള്ള സാധ്യതയും വന്നു ചേരുന്നതാണ്. കച്ചവടക്കാർക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങൾ, ഉയർച്ച, പുരോഗതി ഇതൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കൂടുതൽ വിപുലീകരിക്കുന്നതിനും അത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുമുള്ള അവസരം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. നന്നായി ആലോചിച്ച്
തീരുമാനങ്ങളെടുത്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വലിയ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് വരുന്നത്. വ്യക്തിപരമായി നിങ്ങളുടെ ജനന തീയതി സമയമൊക്കെ അനുസരിച്ചുള്ള സൂക്ഷ്മമായ ഗ്രഹസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് ഉചിതമായി രാശിചിന്ത ചെയ്ത് നല്ല പ്രതിവിധികളൊക്കെ അനുഷ്ഠിച്ച് വേണ്ടതുപോലെ പരിശ്രമിക്കുന്നതായാൽ ജീവിതത്തിൽ എല്ലാ മേഖലയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും വളരെ വലിയ നേട്ടങ്ങളും ഉയർച്ചയും ജീവിത പുരോഗതിയും ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. മകയിരം നാളുകാർക്ക് 1201 ആണ്ട് എപ്രകാരമുണ്ടെന്ന് നോക്കാം. മകയിരം നാളിൽ ആദ്യ പകുതി ഇടവക്കൂറിലും രണ്ടാമത്തെ പകുതി മിഥുനക്കൂറിലുമാണ് വരുന്നത്. ഇടവക്കൂറുകാരായ മകയിരം നാളുകാർക്ക് വളരെ നല്ല ഫലങ്ങൾ ഉണ്ടായിരിക്കാനും എല്ലാ കാര്യങ്ങളിലും പുരോഗതി നേടുന്നതിനും നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നതിനും ജീവിതത്തിൽ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിനും എല്ലാം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. മിഥുനക്കൂറിൽ വരുന്ന മകയിരംകാരെ സംബന്ധിച്ച് ഗ്രഹസ്ഥിതി ചിന്തിക്കുമ്പോൾ ജന്മരാശിയിൽ വ്യാഴവും 3-ാം ഭാവത്തിൽ കേതുവും 9-ാം ഭാവത്തിൽ രാഹുവും 10-ാം ഭാവത്തിൽ ശനിയുമാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം അത് പൂർണ്ണമായിട്ടും അനുകൂലമല്ല. മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഉടനെ തന്നെ നടന്നുകൊള്ളണമെന്നില്ല. മിഥുനക്കൂറുകാർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിന് ഉദ്ദേശിക്കുന്നത് പോലെ സാധിക്കണമെന്നില്ല, കാലതാമസം ഉണ്ടായേക്കാം. അപ്രതീക്ഷിതമായ പല തടസ്സങ്ങളും നിങ്ങളുടെ കർമ്മരംഗത്ത് അനുഭവപ്പെടുന്നതിനാൽ പല പ്രകാരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വന്നു ചേരാൻ ഇടയുണ്ട്. യാത്രാക്ലേശം, അലച്ചിൽ തുടങ്ങിയ പ്രയാസങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതിന് സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത്ര പുരോഗതി ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മതയും ജാഗ്രതയും നൽകേണ്ടതാണ്. വളരെ ശ്രദ്ധാപൂർവം പരിശ്രമിക്കുന്നതായാൽ ഉപരിപഠന കാര്യങ്ങളിൽ തൃപ്തികരമായിട്ട് മുമ്പോട്ട് പോകാൻ അവസരമുണ്ടാകും. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവപ്പെടുന്നതിന് സാധ്യത വളരെ ഉണ്ട്. അപ്പോൾ എല്ലാ സാഹചര്യങ്ങളും ശരിയായി മനസ്സിലാക്കി വേണ്ടതുപോലെ പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രയാസങ്ങളെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ അവസരം നേടിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. കച്ചവടക്കാർക്ക് അപ്രതീക്ഷിത സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാം. അതോടൊപ്പം നിങ്ങളിൽ ദീർഘകാലമായി ബിസിനസ് ഉണ്ടായിരുന്ന ചില ഘടകങ്ങളൊക്കെ വിട്ടുപോകുന്നതിനും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അളവ് കുറയുന്നതിനുമൊക്കെ ഒരു സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുകയും കസ്റ്റമർമാരുമായി വളരെ നല്ല ബന്ധം നിലനിർത്തുന്നതിന് പരിശ്രമിക്കുകയും ചെയ്ത് നിങ്ങളുടെ ബിസിനസ് മേഖലയെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് വളരെയധികം ശ്രമിക്കേണ്ട സമയമാണ് ഇത്. ബന്ധങ്ങളിൽ കുറെ കൂടി സൂക്ഷ്മതയും ശ്രദ്ധയും വെച്ച് പുലർത്തുക. സംഭാഷണങ്ങളിൽ കരുതലും ശാന്തതയും ശീലിക്കേണ്ടത് ആവശ്യമാണ്. വിവാഹ ആലോചനകളിൽ ഒരല്പം കാലതാമസമൊക്കെ ഉണ്ടായേക്കാം. നന്നായി പരിശ്രമം തുടരുക. എല്ലാവരോടും നന്നായി നല്ല നിലയിൽ ഇടപെടുന്നതിന് ശ്രമിക്കേണ്ടതാണ്. സംഭാഷണത്തിൽ കരുതലും മിതത്വവും ശീലിക്കുന്നത് വളരെ ഗുണം ചെയ്യും. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ വളരെ ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സന്ദർഭത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്.
ഏതൊക്കെ തരത്തിലുള്ള ദോഷാനുഭവങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നാലും അതിനെയെല്ലാം തരണം ചെയ്യാനുള്ള, അതിനെയെല്ലാം മറികടന്ന് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള പരിഹാരങ്ങൾ വാസ്തവത്തിലുണ്ട്. നിങ്ങളുടെ സൂക്ഷ്മമായ സമയമനുസരിച്ച് ഗ്രഹസ്ഥിതി കണക്കാക്കി അതിനനുസരിച്ച് രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും മറികടന്ന് നല്ല വിജയം നേടിയെടുക്കുന്നതിന് നിങ്ങൾക്ക് ഇനിയും അവസരം ഉണ്ടാകുന്നതാണ്. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് 1201 ആണ്ട് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന ഫലത്തെ നൽകുന്നതാണ്. മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം ഉടനെ കൃത്യമായിട്ട് ശരിയായിക്കൊള്ളണമെന്നില്ല. അപ്രതീക്ഷിതമായിട്ടുള്ള ചില തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടാം. പ്രവർത്തന രംഗത്ത് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, നഷ്ടങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്, സാമ്പത്തിക ക്ലേശങ്ങൾക്കുള്ള സാധ്യതയും കാണുന്നുണ്ട്. അവനവൻ്റെ കഴിവിനും പരിശ്രമത്തിനും അനുസരിച്ച് പൂർണ്ണമായ ഒരു ഉയർച്ച ലഭിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്ക് തോന്നിയേക്കാം. നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെയധികം തടസ്സങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടാകാം. വിദേശ തൊഴിലിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ആ കാര്യത്തിലും തടസ്സങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നൂതനമായ സംരംഭങ്ങളിൽ ഇറങ്ങിത്തിരിക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വേണം. നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ അനുഭവപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട്. പഠിക്കുന്ന കുട്ടികൾക്ക് ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് മുമ്പോട്ട് നീങ്ങണമെന്നില്ല. പ്രതികൂലമായ സാഹചര്യങ്ങളും തടസ്സങ്ങളുമൊക്കെ ഉണ്ടായേക്കാം. പഠനകാര്യങ്ങളിൽ അതീവ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും ഇടപെട്ട് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. അങ്ങനെ നന്നായി പരിശ്രമിച്ചാൽ പഠന നേട്ടങ്ങൾ സ്വന്തമാകുന്നതിനോടൊപ്പം ഉപരിപഠന കാര്യങ്ങളിലും തൃപ്തികരമായി മുമ്പോട്ട് പോകാൻ സാധിക്കും. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക. ദീർഘനാളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് മേഖലയിൽ തന്നെ നിങ്ങൾക്ക് കുറവ് അനുഭവപ്പെടുന്നതിനും നിങ്ങളുടെ കർമ്മമണ്ഡലം കുറെ കൂടി ലഘുവായി പോകുന്നതിനുമുള്ള സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധ നൽകേണ്ടതാണ് ഈ കാര്യങ്ങളിലൊക്കെ. ബിസിനസ്സിൻ്റെ അളവ് കുറഞ്ഞു പോകാതെ സൂക്ഷിക്കുക. നിങ്ങളുടെ ബിസിനസ്സിൽ കൂടുതൽ ഉയർച്ച നേടുന്നതിന് ശ്രദ്ധിച്ച് പരിശ്രമിക്കുക. കസ്റ്റമർമാരുമായി വളരെ നല്ല ബന്ധം നിലനിർത്തുന്നതിന് ശ്രമിക്കുക. ഇതൊക്കെ ചെയ്യാവുന്നതാണ്. പുതിയ പ്രവർത്തന മേഖലയിൽ ഇടപെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നന്നായി പഠിച്ചു മനസ്സിലാക്കി ആ കാര്യങ്ങളിൽ ഇറങ്ങിത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കുടുംബത്തിൽ ചെറിയ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാവരോടും സഹിഷ്ണുതയോടെയും സഹാനുഭൂതിയോടെയും നല്ല നിലയിൽ ഇടപെടുക. സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക. മനസ്സിൻ്റെ ശാന്തത നിലനിർത്തുന്നതിന് വേണ്ടതുപോലെ ശ്രദ്ധിക്കുക. ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അതിനാൽ വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകണം. നിങ്ങളുടെ സൂക്ഷ്മമായ ഗ്രഹസ്ഥിതി കണക്കാക്കി അതിനനുസരിച്ച് രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ഏത് തടസ്സങ്ങളെയും മറികടന്ന് ജീവിതത്തിൽ നല്ല വിജയവും ഉയർച്ചയും കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പുണർദം നാളുകാരെ സംബന്ധിച്ച് 1201 ആണ്ട് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്നതായ ഒരു സ്ഥിതിയാണ്. എല്ലാ കാര്യങ്ങളും ഉദ്ദേശിക്കുന്നത് പോലെ കൃത്യമായിട്ട് നടക്കണമെന്നില്ല. ചില കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകാം. ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം നേരിടേണ്ടതായിട്ട് വന്നേക്കാം. സ്വന്തമായി വിവിധ മേഖലകളിൽ തൊഴിലുകൾ ചെയ്യുന്നവർക്കും പല രീതിയിലുള്ള പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും നഷ്ടങ്ങളുമൊക്കെ വരാൻ സാധ്യത
കാണുന്നുണ്ട്. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. നിങ്ങളിൽ ചിലർക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ കർമ്മരംഗത്ത് അനുഭവപ്പെടാൻ ഇടയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പല രീതിയിലുള്ള തടസ്സങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. നന്നായി ശ്രദ്ധിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ആവക കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. കൂടുതൽ ഊർജ്ജസ്വലതയോടെ പഠന കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ ഉപരിപഠന കാര്യങ്ങളിലും അത് പ്രയോജനം ചെയ്യുന്നതാണ്. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. വളരെ കരുതലോടുകൂടി എല്ലാം ചെയ്ത് മുമ്പോട്ട് പോവുക. നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കസ്റ്റമർമാരുമായി വളരെ നല്ല ബന്ധം നിലനിർത്തുന്നതിന് പരിശ്രമിക്കേണ്ടതാണ്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ ഉയർച്ചയും പുരോഗതിയും കൈവരിക്കാൻ പര്യാപ്തമായ നല്ല കഴിവും പ്രാപ്തിയുമുള്ള വ്യക്തിത്വമാണ് നിങ്ങളുടെ രാശിക്കാരുടേത്. നല്ല നിലയിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നത് പോലെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. ഇപ്പോഴുള്ള തടസ്സങ്ങൾ മാറാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ കർമ്മരംഗത്തും വിവിധ രീതിയിലുള്ള ജീവിത മേഖലകളിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ പലവിധ പ്രയാസങ്ങളും തടസ്സങ്ങളും ഉറപ്പായിട്ടും മാറുന്നതും വളരെ നല്ല വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നതുമാണ്. നിങ്ങളുടെ ജനന സമയമനുസരിച്ചുള്ള സൂക്ഷ്മമായ ഗ്രഹനില കണക്കാക്കി അതിൻ പ്രകാരം നല്ല രീതിയിൽ രാശിചിന്ത ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ ജീവിതത്തിൽ എല്ലാ വിധത്തിലുമുള്ള ഉയർച്ചയും പുരോഗതിയും കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പൂയം നാളുകാർക്ക് 1201 ആണ്ട് പൊതുവെ എപ്രകാരമായിരിക്കുമെന്ന് നോക്കാം. പൂയം നാള് കർക്കിടകക്കൂറിൽ വരുന്നതാണ്. തൽക്കാല ഗ്രഹസ്ഥിതിയുടെ സ്വഭാവം പരിശോധിക്കുമ്പോൾ 12-ൽ വ്യാഴം, 3-ൽ കേതു, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി, ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നിട്ടുള്ള ഒരു സമയമാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ പുതിയ ജോലി വളരെ വേഗം ലഭിക്കണമെന്നില്ല. കുറച്ച് കാലതാമസം ഉണ്ടായേക്കും. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും ഒരല്പം കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധ പാലിക്കേണ്ടതാണ്. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. നിങ്ങളുടെ തൊഴിൽ മേഖലയെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് വളരെ നല്ല പരിശ്രമം ആവശ്യമായിട്ട് കാണുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ IT, ബിസിനസ് തുടങ്ങിയ വ്യത്യസ്തങ്ങളായ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും വളരെയധികം ശ്രദ്ധ പാലിക്കേണ്ട സമയമാണ്. അപ്രതീക്ഷിതമായ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും തൊഴിൽപരമായ ചില പ്രതികൂല സാഹചര്യങ്ങളുമെല്ലാം നിങ്ങൾക്ക് ബാധിച്ചേക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലധികമായി ബുദ്ധിമുട്ടുകൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനിച്ച് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ കർമ്മരംഗത്ത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങളെല്ലാം ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. സംഭാഷണത്തിൽ വളരെയധികം കരുതലും മിതത്വവും ശീലിക്കുക. എല്ലാവരോടും വളരെ സഹിഷ്ണുതയോടെ നല്ല നിലയിൽ ഇടപെടുന്നതിന് ശീലിക്കുക. കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകൾ ഉടലെടുക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. ദീർഘനാളായി ചിന്തിക്കുന്ന പല കാര്യങ്ങളിലും ഒരു തീരുമാനം അനുഭവപ്പെടാനുള്ള സാധ്യത ഉണ്ടാകുന്നതാണ്. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതിയുണ്ടാകും.
ഗൃഹനിർമ്മാണം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ഒരു വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ജീവിതത്തെ വലിയ നിലയിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധ്യതയുള്ള വളരെ നിർണായകമായ ഒരു ടേണിംഗ് പോയിന്റിൻ്റെ കാലഘട്ടമാണ് ഇനി വരുന്നത്. അപ്പോൾ സൂക്ഷ്മമായി നിങ്ങളുടെ ജനന സമയമനുസരിച്ചുള്ള ഗ്രഹനില കണക്കാക്കി അതിൻ പ്രകാരം രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികളിലൂടെ മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ കാര്യങ്ങളിലും വിജയവും ഉയർച്ചയും നേടിയെടുക്കാൻ ഇനിയും സാധിക്കുന്നതാണ്. ആയില്യം നാളുകാരെ സംബന്ധിച്ച് 1201 ആണ്ട് എപ്രകാരമാണെന്ന് നോക്കിയാൽ നിങ്ങളെ സംബന്ധിച്ച് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നിട്ടുള്ളതായ ഒരു സമയത്തിലൂടെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് കാണാൻ കഴിയും. മിഥുനത്തിൽ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും കുംഭത്തിൽ രാഹുവും മീനത്തിൽ ശനിയുമാണ് പ്രധാനമായിട്ടുള്ളതായ ഗ്രഹങ്ങളുടെ ഇപ്പോഴുള്ള സ്ഥിതി. പുതിയ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിന് സാധ്യതയുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എന്നാൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള പരിശ്രമങ്ങളിൽ ധനനഷ്ടം അനുഭവപ്പെടാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. സ്വന്തമായി വിവിധ മേഖലകളിൽ തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. പ്രവർത്തന രംഗത്ത് പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടതായിട്ട് വരാം. വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. കച്ചവടക്കാർക്ക് സാമ്പത്തികമായിട്ട് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ശരിയായി കൊള്ളണമെന്നില്ല. വളരെ ശ്രദ്ധാപൂർവം സാഹചര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി വേണ്ടത് ചെയ്യുകയാണ് വേണ്ടത്. അവനവൻ്റെ കച്ചവടത്തിൻ്റെ നാനാവശങ്ങൾ, നമ്മുടെ സ്വന്തം പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന വിവിധങ്ങളായ ഘടകങ്ങളെ പറ്റിയെല്ലാം വളരെ ശ്രദ്ധിച്ചു പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ രീതിയിൽ ചിന്തിച്ച് മുമ്പോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികളെ സംബന്ധിച്ച് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത്ര ഒരു പുരോഗതി ഉണ്ടായില്ലെന്ന് വരാം. കൂടുതൽ ശ്രദ്ധയോടുകൂടി കൂടുതൽ സൂക്ഷ്മതയോടുകൂടി പഠനകാര്യങ്ങളിൽ പരിശ്രമം തുടരേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ഇപ്പോഴുള്ള പഠനകാര്യങ്ങളിൽ വിജയം നേടുന്നതിനോടൊപ്പം ഭാവിയിലെ ഉപരിപഠന കാര്യങ്ങളിലുമൊക്കെ അതുകൊണ്ട് പ്രയോജനമുണ്ടാകുന്നതാണ്. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ ഉണ്ടായേക്കാം. നൂതനമായ സംരംഭങ്ങളിൽ ഇടപെടുന്നതിന് നിങ്ങളിൽ പലർക്കും അവസരമുണ്ടാകും. എന്നാൽ നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്ന മേഖലയെപ്പറ്റി ശരിയായി പഠിച്ചു മനസ്സിലാക്കിയിട്ടല്ലാതെ പുതിയ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും. സന്താനങ്ങളുടെ പുരോഗതിയിൽ കൂടുതൽ സന്തോഷം നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വിവാഹ ആലോചനകൾ നടത്തുന്നവരെ സംബന്ധിച്ച് അധികം വൈകാതെ തീരുമാനമാകാൻ ഇടയുള്ളതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിൽ വളരെ സുപ്രധാനമായ നിർണായകമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. 1201 ആണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അവിസ്മരണീയമായ അത്ഭുതകരമായ മാറ്റങ്ങളെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ നന്നായി ആലോചിച്ച് സൂക്ഷ്മമായി ചിന്തിച്ചു മാത്രം തീരുമാനമെടുത്ത് മുമ്പോട്ട് പോവുക. വളരെ സുപ്രധാനമായ ഒരു ടേണിംഗ് പോയിന്റിൻ്റെ കാലഘട്ടം ആണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ഭാവി ജീവിതത്തെ സുപ്രധാനമായി ബാധിക്കുന്നതാണ്.
നിങ്ങളുടെ വ്യക്തിപരമായ ജനന തീയതിയും സമയവും അനുസരിച്ചുള്ള ഗ്രഹസ്ഥിതി കണക്കാക്കി അതിൽ സൂക്ഷ്മമായി രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല വിജയം നേടാൻ സാധിക്കുന്നതാണ്. മകം നാളുകാരെ സംബന്ധിച്ച് ഈ വരുന്ന 1201 ആണ്ട് പൊതുവെ വളരെ അനുകൂലമായിരിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. പുതിയതായിട്ട് ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിച്ചവർക്ക് നേട്ടങ്ങളുണ്ടാകും. അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ പരിശ്രമിക്കുന്നവർക്ക് ആ കാര്യത്തിലും നേട്ടങ്ങളുണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലിയിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് സന്ദർഭം കൈവരുന്നതാണ്. അന്യദേശങ്ങളിൽ IT, ബിസിനസ് തുടങ്ങി വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പല ഗുണങ്ങളുണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ സ്ഥാനക്കയറ്റവും ഉയർച്ചയും ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടുതൽ നേട്ടങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാണ്. നിങ്ങൾക്ക് വരുമാന വർധനവ് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ദീർഘകാലമായി തുടരുന്ന ചില ആഗ്രഹങ്ങൾ നിറവേറാനായിട്ട് സന്ദർഭം വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങളുടെ തൊഴിൽ സ്ഥലത്ത് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ദീർഘനാളായി അന്വേഷിക്കുന്ന രീതിയിൽ നല്ലൊരു വാസസ്ഥാനം നേടിയെടുക്കാനുള്ള അവസരവും നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ്. സന്താനങ്ങളുടെ പുരോഗതിയിൽ സന്തോഷം അനുഭവപ്പെടുന്നതാണ്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ വളരെ സുപ്രധാനമായ നല്ല മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. സ്വന്തം ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കും വളരെ പുരോഗതി ഉണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് മേഖലയെ വിപുലീകരിക്കുന്നതിന് അവസരം ലഭിക്കും. നിങ്ങൾക്ക് സാമ്പത്തികമായി വലിയ നേട്ടങ്ങളിലേക്ക് പോകാനായിട്ടുള്ള സന്ദർഭവും ഉണ്ടാകുന്നതാണ്. ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റിൻ്റെ കാലഘട്ടമാണ് വരുന്നത്. നിർണായകമായ വഴിത്തിരിവാണ് വരാൻ പോകുന്നത്. ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. അതുകൊണ്ട് വ്യക്തിപരമായി നിങ്ങളുടെ സൂക്ഷ്മമായ ഗ്രഹസ്ഥിതി മനസ്സിലാക്കി അതിനനുസരിച്ച് ശരിയായി രാശിചിന്ത ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ കാര്യങ്ങളിലും നല്ല വിജയവും പുരോഗതിയും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. പൂരം നാളുകാരെ സംബന്ധിച്ച് ഈ വരുന്ന 1201 ആണ്ട് പൊതുവെ ഗുണകരമായിരിക്കും. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ നല്ല മാറ്റങ്ങൾ കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. മനസ്സിന് വളരെയധികം സന്തോഷകരമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. പ്രണയ കാര്യങ്ങളിലൊക്കെ വളരെ പുരോഗതി നേടുകയും ആഗ്രഹ സാഫല്യം കൈവരിക്കുകയും ചെയ്യും. വിവാഹ ആലോചനകൾ നടത്തുന്നവരെ സംബന്ധിച്ച് അതിൽ വളരെ വേഗം തീരുമാനമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉത്തമമായ കുടുംബ സൗഖ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിൽ വളരെ സന്തോഷകരമായ പല മാറ്റങ്ങളുടെയും കാലഘട്ടമാണ് ഇത്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കുന്നതാണ്. നിങ്ങളിൽ പലർക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള അവസരം വന്നു ചേരുന്നതാണ്. ആ കാര്യത്തിലൊക്കെ വിജയിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. കച്ചവടക്കാരെ സംബന്ധിച്ച് നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വിപുലീകരിക്കുന്നതിനും ആ വഴി കൂടുതൽ ഉയർച്ച നേടിയെടുക്കുന്നതിനും അവസരങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും. വളരെ ശ്രദ്ധയോടുകൂടിയ സൂക്ഷ്മമായ പരിശ്രമത്തിലൂടെ നിങ്ങൾക്ക് നല്ല പുരോഗതി നേടുന്നതിനോടൊപ്പം ഭാവിയിൽ
ശരിയായ ഉപരിപഠന കാര്യങ്ങളിൽ അവസരമുണ്ടാവുകയും ചെയ്യുന്നതാണ്. ദീർഘകാലമായി മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പല ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ അവസരമുണ്ടാകും. ഗൃഹനിർമ്മാണം തുടങ്ങി വെക്കുന്നതിന് നിങ്ങളിൽ പലർക്കും സാധിക്കുന്നതാണ്. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് അധികം വൈകാതെ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങാനായിട്ട് അവസരം വന്നു ചേരുന്നതാണ്. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ശരിയായ രീതിയിൽ പ്രയത്നിച്ചില്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം തൊഴിൽ മേഖലകളിലൊക്കെ തന്നെയും പുറകോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ആയതിനാൽ വളരെ ശ്രദ്ധിച്ച് വേണ്ട പരിശ്രമങ്ങൾ ചെയ്യുക. ജീവിതത്തിൽ ബന്ധങ്ങളിൽ വളരെയധികം സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. സംഭാഷണത്തിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കുക. എല്ലാ കാര്യങ്ങളിലും നന്നായി ആലോചനാപൂർവം ഇടപെട്ട് മുമ്പോട്ട് പോകേണ്ടതാണ്. ബന്ധങ്ങൾ നിലനിർത്തുന്നതിനും അത് കൂടുതൽ നല്ല നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും ബോധപൂർവമായി നല്ലതുപോലെ ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ശരിയായ ജനന സമയം അനുസരിച്ച് ഗ്രഹസ്ഥിതി കണക്കാക്കി അതിൻ പ്രകാരം നന്നായി രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ തടസ്സങ്ങളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും പൂർണ്ണമായും മറികടന്ന് ജീവിതത്തിൽ വളരെ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നു. ഉത്തരം നാളുകാർക്ക് 1201 ആണ്ട് പൊതുവെ അനുകൂലമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. വളരെ നിർണായകമായ വഴിത്തിരിവുകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ദീർഘകാലമായി ചിന്തിച്ചുകൊണ്ടിരുന്നതായ പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ പലതും നിങ്ങൾ കൈക്കൊള്ളാൻ പോകുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ഇത്. എല്ലാ കാര്യങ്ങളിലും നന്നായി ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ടത് അത്യാവശ്യവുമാണ്. പുതിയ ജോലിക്ക് പരിശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കും. എന്നാൽ നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര തൃപ്തികരമല്ലാത്ത പല മാറ്റങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. വിവിധ മേഖലകളിൽ സ്വന്തമായ തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് കാര്യതടസ്സങ്ങൾ, പരാജയങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ ഇതൊക്കെ അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. ശ്രദ്ധാപൂർവം മുമ്പോട്ട് പോവുക. കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ളത് കൊണ്ട് വളരെ ആലോചിച്ച് തീരുമാനിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ്. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അളവ് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ദീർഘകാലമായി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും മാറിയിട്ട് നിങ്ങളുടെ ബിസിനസ് മേഖല കൂടുതൽ ലഘുവായി പോകുന്നതിനും താഴേക്ക് പോകുന്നതിനുമൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകാം. അതൊക്കെ തന്നെ വളരെ ശ്രദ്ധിച്ചു പഠിച്ചു വേണ്ടതുപോലെ ചെയ്യുക. കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട്. സംഭാഷണത്തിൽ കരുതലും മിതത്വവും ശീലിക്കുക. ബന്ധങ്ങളിൽ വളരെ നല്ല നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ട് പോവുക. എല്ലാവരോടും വളരെ സ്നേഹത്തോടെയും കരുതലോടെയും ഇടപെടേണ്ടത് ആവശ്യമാണ്. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വേണ്ടത്ര സൂക്ഷ്മത പാലിക്കുക. ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞു. നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ച് ശരിയായ ഗ്രഹസ്ഥിതി കണക്കാക്കി ഏറ്റവും ഉചിതമായി രാശിചിന്ത ചെയ്ത് നല്ല പ്രതിവിധികൾ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് നല്ല വിജയം നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ടാകുന്നതാണ്. അത്തം നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന ഒരു കാലഘട്ടമാണ് 1201 ആണ്ടിൽ വരുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നടക്കണമെന്നില്ല.
അപ്രതീക്ഷിതമായി ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം. നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് വളരെ പ്രതികൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട്. എന്ത് കാര്യത്തിന് ശ്രമിച്ചാലും അതിലെല്ലാം ഒരു കാലതാമസമോ തടസ്സമോ ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ അനുഭവപ്പെടുന്നതിനും സാധ്യത കാണുന്നുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കുന്നതാണ്. വിവിധ മേഖലകളിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് അതേസമയം നല്ല പരിശ്രമം ആവശ്യമാണ്. നിങ്ങളുടെ സ്വന്തം തൊഴിൽ മേഖലയെ ശരിയായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വളരെ ശ്രദ്ധാപൂർവമുള്ള പരിശ്രമം നിങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമായിട്ട് കാണുന്നുണ്ട്. കച്ചവടക്കാരെ സംബന്ധിച്ച് ചെറിയ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത്ര തൃപ്തികരമായ ഒരു അവസ്ഥ ഉണ്ടാകണമെന്നില്ല. തടസ്സങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവപ്പെട്ടേക്കാൻ ഇടയുണ്ട്. വളരെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും പഠനകാര്യങ്ങളിൽ ഇടപെട്ട് പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ അശ്രദ്ധയും ആലോചനക്കുറവും ഒഴിവാക്കാനായിട്ട് വളരെ പ്രത്യേകമായിട്ട് ശ്രമിക്കണം. നിങ്ങളുടെ അശ്രദ്ധ കാരണം നിങ്ങളുടെ കർമ്മരംഗത്ത് പല ബുദ്ധിമുട്ടുകളും വന്നു ചേരാൻ ഇടയുള്ളതായിട്ട് കാണുന്നുണ്ട്. വിവാഹ ആലോചനകളിൽ ഒരല്പം കാലതാമസം ഉണ്ടായേക്കാം. തീരുമാനം വൈകുന്നതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ വളരെ ക്ഷമയോടുകൂടി വേണ്ടത് ചെയ്യേണ്ടതാണ്. ജീവിതത്തിലെ മറ്റ് പല കാര്യങ്ങളിലും വളരെ സുപ്രധാനമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നതിന് മുമ്പ് വളരെ ആഴത്തിൽ ചിന്തിച്ച് സാഹചര്യം മനസ്സിലാക്കി തന്നെ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് കാണുന്നുണ്ട്. വളരെ സുപ്രധാനമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരുന്നത്. ഒരു ടേണിംഗ് പോയിൻ്റാണ് വരുന്നതെന്ന് പറയാം. വലിയ വഴിത്തിരിവുകൾ ആണ് വരാൻ പോകുന്നത്. ഇപ്പോൾ ജീവിതത്തിൽ അത്ഭുതകരമായ വിസ്മയകരമായ മാറ്റങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു ടേണിംഗ് പോയിൻറ്റിൻ്റെ കാലഘട്ടമാണ്. നിങ്ങളുടെ സൂക്ഷ്മമായ ഗ്രഹസ്ഥിതി മനസ്സിലാക്കി അതിനനുസരിച്ച് രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ കാര്യങ്ങളിലും നല്ല വിജയവും പുരോഗതിയും നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ചിത്തിര നാളുകാരെ സംബന്ധിച്ച് 1201 ആണ്ട് എപ്രകാരമായിരിക്കുന്നുവെന്ന് നോക്കാം. ചിത്തിരയുടെ ആദ്യ പകുതി ഭാഗം കന്നിക്കൂറിലും ഒടുവിലത്തെ പകുതി ഭാഗം തുലാക്കൂറിലുമാണ് വരുന്നത്. കന്നിക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രാവസ്ഥയും തുലാക്കൂറുകാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള അവസ്ഥയുമാണ് ഇപ്പോഴുള്ളത്. പൊതുവെ ചിത്തിര നാളിനെ സംബന്ധിച്ച് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല ജോലിയിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. ജീവിതത്തിൽ ദീർഘകാലമായി ചിന്തിച്ചു പോന്നിരുന്നതായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. വിദേശ തൊഴിലിന് പോകാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള അവസരവും കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല തൊഴിൽ മേഖലയിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് കഴിയും. ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട നല്ല ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും നേട്ടങ്ങളും പുരോഗതികളും ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങാനായിട്ട് അവസരമുണ്ടാകും. വിവാഹ ആലോചനകൾ ചെയ്യുന്നവർക്ക് ആ കാര്യത്തിൽ അധികം വൈകാതെ തീരുമാനം ഉണ്ടാകുന്നതാണ്. കച്ചവടക്കാരെ സംബന്ധിച്ച് നല്ല സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതാണ്.
ജീവിതത്തിൽ ദീർഘകാലമായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് അവസരം വന്നു ചേരുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിൽ പലർക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരം വന്നു ചേരും. നിങ്ങൾ ഏത് മേഖലയിലാണോ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ മേഖലയെപ്പറ്റി വളരെ സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കി വേണ്ടത് ചെയ്യുകയാണ് വേണ്ടത്. കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകൾക്കൊക്കെ സാധ്യതയുണ്ട്. ശ്രദ്ധാപൂർവം തീരുമാനങ്ങൾ എടുത്ത് മുമ്പോട്ട് പോവുക. പണമിടപാടുകൾ വളരെ ശ്രദ്ധിച്ച് തന്നെ നടത്തുക. എല്ലാ കാര്യങ്ങളിലും നന്നായി ആലോചിച്ച് സാഹചര്യം മനസ്സിലാക്കി വേണ്ടതുപോലെ പ്രവർത്തിക്കുക. ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റിൻ്റെ കാലഘട്ടമാണിത്. അതുകൊണ്ട് നിങ്ങളുടെ ജനന സമയം അനുസരിച്ചുള്ള ശരിയായ ഗ്രഹസ്ഥിതി കണക്കാക്കി അതിൻ പ്രകാരം രാശിചിന്ത ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. ചോദ്യനാളുകാരെ സംബന്ധിച്ച് പൊതുവെ വളരെ അനുകൂലമായിട്ടുള്ളതായ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കാണുന്നത്. 9-ാം ഭാവത്തിൽ വ്യാഴവും 6-ാം ഭാവത്തിൽ ശനിയും 5-ാം ഭാവത്തിൽ രാഹുവും 11-ാം ഭാവത്തിൽ കേതുവുമാണ് ഇപ്പോൾ ഉള്ളത്. വളരെ ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ജീവിതത്തിൽ നിർണായകമായ മാറ്റങ്ങൾ നിങ്ങളെ തേടി വരുന്നതായ കാലഘട്ടമാണ്. ആഗ്രഹമനുസരിച്ച് എല്ലാ കാര്യങ്ങളിലും നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരമുണ്ടായേക്കാം. ദീർഘകാലമായി മനസ്സിൽ വെച്ചു പുലർത്തിയിരുന്നതായ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കും. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാ രീതിയിലുമുള്ള ഉയർച്ചയും പുരോഗതിയും കൈവരിക്കാനായിട്ട് അവസരം ഉണ്ടാകുന്നതാണ്. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങളിൽ പലർക്കും അവസരം വന്നു ചേരും. നിങ്ങൾ ഏതു മേഖലയിലാണോ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതാത് മേഖലയെപ്പറ്റി ശരിയായി പഠിച്ചു മനസ്സിലാക്കി വേണ്ടതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. കച്ചവടക്കാർക്ക് വളരെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് ഉയർച്ചയും പുരോഗതിയും കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിൽ ഭാവിയിൽ ഉപരിപഠന കാര്യങ്ങളിലും നല്ല നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും. സന്താനങ്ങളുടെ അഭിവൃദ്ധിയിൽ സന്തോഷിക്കാനായിട്ട് അവസരമുണ്ടാകുന്നതാണ്. ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഗുണാനുഭവങ്ങൾ നിങ്ങൾ ഓരോരുത്തർക്കും വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വളരെ സുപ്രധാനമായ വലിയ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരുന്നത്. സുപ്രധാനമായിട്ടുള്ള ടേണിംഗ് പോയിന്റ് എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ വളരെ അത്ഭുതകരമായ പരിവർത്തനങ്ങൾക്ക് കാരണമാകാവുന്ന വളരെ നല്ല ഗ്രഹസ്ഥിതി മാറ്റങ്ങൾ അനുഭവപ്പെടാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മുമ്പോട്ട് വരാൻ പോകുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായി നിങ്ങളുടെ സൂക്ഷ്മമായ ഗ്രഹസ്ഥിതി അറിഞ്ഞ് ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ കാര്യങ്ങളിലും ആഗ്രഹിക്കുന്നത് പോലെ ഉയർച്ചയും പുരോഗതിയും ലഭിക്കുന്നതാണ്. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് 1201 ആണ്ട് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ സമയമായിരിക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിന് നിങ്ങൾക്ക് അവസരം ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര ഗുണകരമല്ലാത്ത പല മാറ്റങ്ങൾക്കും അതോടൊപ്പം സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിച്ച് പ്രവർത്തിക്കുക. വിവിധ മേഖലകളിൽ സ്വന്തമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടാകാം. സാമ്പത്തികമായിട്ട് നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. കാര്യപരാജയങ്ങൾ അനുഭവപ്പെടുന്നതിന് സാധ്യതയുണ്ട്. യാത്രാക്ലേശം, അലച്ചിൽ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ വന്നു ചേരാം. നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളെ നന്നായി വിലയിരുത്തി വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോവുക. കുട്ടികളെ സംബന്ധിച്ച് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര
പൂർണ്ണമായ ഒരു അനുഭവ ഗുണം ഉണ്ടാകണമെന്നില്ല. പല കാര്യങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളും മന്ദതയുമൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. വളരെ ശ്രദ്ധാപൂർവം പരിശ്രമിച്ച് മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമായിട്ടാണ് കാണുന്നത്. കച്ചവടക്കാർക്ക് അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുക. അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ കർമ്മരംഗത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. കസ്റ്റമർമാരുമായി വളരെ നല്ല ബന്ധം നിലനിർത്തുന്നതിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ കച്ചവടത്തിൻ്റെ വ്യാപ്തി അളവ് കുറഞ്ഞു പോകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ബിസിനസ്സിൽ നഷ്ടം വരുന്നത് കൂടാതെ നിങ്ങളുടെ ബിസിനസ്സിൽ തന്നെ അളവ് കുറഞ്ഞു പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികൂല സാഹചര്യമാണ്. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കച്ചവട കാര്യങ്ങളിൽ താഴോട്ട് പോകാതിരിക്കാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകൾക്കൊക്കെ സാധ്യതയുണ്ട്. സംഭാഷണത്തിൽ വളരെയധികം കരുതലും മിതത്വവും ശീലിക്കുക. എല്ലാവരോടും വളരെ കാര്യമായി ഇടപെട്ട് ശീലിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടാതെ ഇരിക്കുക. എല്ലാ കാര്യങ്ങളും ശരിയായി വിലയിരുത്തി നല്ല രീതിയിൽ ചിന്തിച്ചു മാത്രം പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്ന ശീലം വളർത്തിയെടുക്കുക. ജീവിതത്തിൽ ദീർഘകാലമായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ അവസരമുണ്ടാകും. ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുന്നതിന് അധികം വൈകാതെ അവസരമുണ്ടാകുന്നതാണ്. കലാരംഗത്തും പൊതുരംഗത്ത് വിവിധ മേഖലകളിൽ ആത്മീയ രംഗത്ത് ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ വ്യക്തികളെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. സുപ്രധാനമായ ടേണിംഗ് പോയിന്റിൻ്റെ സമയമാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സൂക്ഷ്മമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി എന്തൊക്കെയാണ് എന്നറിഞ്ഞ് നിങ്ങളുടെ കർമ്മരംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങളും നിങ്ങൾ അനുഷ്ഠിക്കേണ്ട പ്രതിവിധികളും എന്തൊക്കെയാണെന്ന് വ്യക്തമായി അറിഞ്ഞ് തന്നെ മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് നല്ല വിജയം കൈവരിക്കാൻ അവസരമുണ്ടാകും. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വരുന്ന 1201 ആണ്ട് പൊതുവെ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നിട്ടുള്ള അവസ്ഥയാണ്. അഷ്ടമത്തിൽ വ്യാഴം, 10ൽ കേതു, 4ൽ രാഹു, 5ൽ ശനി തുടങ്ങിയ ഗ്രഹസ്ഥിതിയൊക്കെയാണ് ഇപ്പോഴുള്ളത്. എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്നത് പോലെ കൃത്യമായിട്ട് നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായി പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകാം. പ്രവർത്തന രംഗത്ത് പൊതുവെ വളരെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്ത് കാര്യത്തിന് ശ്രമിക്കുമ്പോഴും അതിലെല്ലാം ഒരു കാലതാമസമോ തടസ്സമോ അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകളാണ് കാണുന്നത്. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടായേക്കാം. എങ്കിലും പരിശ്രമം തുടരുക. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും കാലതാമസത്തിന് സാധ്യതയുണ്ട്. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. സാമ്പത്തികമായ പ്രയാസങ്ങൾ, ഇങ്ങനെ പല അസ്വസ്ഥതകൾക്കും നിങ്ങൾക്ക് സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം പരിശ്രമിക്കുക. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ആ കാര്യത്തിൽ തടസ്സങ്ങൾ അനുഭവപ്പെടും. നിങ്ങൾ അങ്ങനെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ വേണം. പഠിക്കുന്ന കുട്ടികൾക്ക് ഉദ്ദേശിക്കുന്നത്ര ഭംഗിയായിട്ട് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞെന്ന് വരില്ല. വളരെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും നന്നായി പരിശ്രമിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ്. കച്ചവടക്കാർക്ക് അവിചാരിതമായ സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുള്ളത് കൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ നഷ്ടങ്ങൾ ഒഴിവാക്കാനായിട്ട് വളരെ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കുകയും പണമിടപാടുകൾ വളരെ ശ്രദ്ധിച്ച് നടത്തുകയും ചെയ്യുക.
അതോടൊപ്പം നിങ്ങളുടെ കച്ചവടം അളവ് കുറഞ്ഞു പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ബിസിനസ് പഴയ കാലത്ത് നിന്നും കുറഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതും ഒഴിവാക്കാനായിട്ട് വളരെ നല്ല രീതിയിൽ പരിശ്രമിക്കേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ വളരെയധികം ശ്രദ്ധ വെച്ച് പുലർത്തുന്നത് നല്ലതാണ്. കുടുംബകാര്യങ്ങളിലും ശ്രദ്ധ വേണം. ബന്ധങ്ങൾ വളരെ ഭംഗിയായി നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് എല്ലാവരോടും നന്നായി ഇടപെടുകയും സംഭാഷണങ്ങളിൽ കരുതലും മിതത്വവും ശീലിക്കുകയും ചെയ്യുന്നത് ഗുണം ചെയ്യും. വരാനിരിക്കുന്ന കാലഘട്ടമെന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ നിർണായകമായ മാറ്റങ്ങളുടേതായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. വളരെ അവിസ്മരണീയമായ വളരെ തീവ്രമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ സൂക്ഷ്മമായ ഗ്രഹസ്ഥിതി അറിഞ്ഞ് അതിൻ പ്രകാരം രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ അനുഷ്ഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് ജീവിതത്തിൽ നല്ല ഉയർച്ചയും പുരോഗതിയും നേടിയെടുക്കാനായിട്ട് സാധിക്കും. തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഈ വരുന്ന 1201 ആണ്ടിൽ ഗ്രഹനില പൂർണ്ണമായിട്ടും അത്ര നല്ലതല്ല. അഷ്ടമത്തിൽ വ്യാഴം, 10-ൽ കേതു, 4-ൽ രാഹു, 5-ൽ ശനി, ഇങ്ങനെയൊക്കെയാണ് തൽക്കാല ഗ്രഹസ്ഥിതി. പൂർണ്ണമായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമല്ല കാണുന്നത്. മനസ്സിൽ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ശരിയായിക്കൊള്ളണമെന്നില്ല. കർമ്മരംഗത്ത് വളരെ പ്രതികൂലമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളും കാര്യപരാജയങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടാൻ ഇടയുണ്ട്. നിങ്ങളുടെ പരിശ്രമങ്ങൾ ഉദ്ദേശിക്കുന്നത്ര ഫലം കാണാതെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വളരെയധികം ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. സംഭാഷണത്തിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കേണ്ടത് ആവശ്യമാണ്. വളരെ ആലോചിച്ച് തീരുമാനമെടുത്ത് വേണം ഓരോ കാര്യങ്ങളിലും ഇറങ്ങിത്തിരിക്കേണ്ടത്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാം. അതോടൊപ്പം നിങ്ങളുടെ കച്ചവടം കുറയുന്നതിനും സാധ്യതയുണ്ട്. പണമിടപാടുകൾ വളരെ ശ്രദ്ധയോടുകൂടി നടത്തുക. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ എല്ലാ വശങ്ങളും സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കി അതിനനുസരിച്ച് എല്ലാവരോടും ഇടപെട്ട് മുമ്പോട്ട് പോകേണ്ടതാണ്. പ്രത്യേകിച്ച് കസ്റ്റമർമാരുമായി വളരെ നല്ല ബന്ധം നിലനിർത്തുന്നതിന് ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ കച്ചവട രംഗത്തെപ്പറ്റി ശരിക്ക് പഠിച്ച് മനസ്സിലാക്കി വേണ്ട രീതിയിൽ പരിശ്രമിക്കുന്നതായാൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ മുമ്പോട്ട് പോകാൻ അവസരം ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ ചെറിയ സ്വസ്ഥത കുറവുകളൊക്കെ അനുഭവപ്പെട്ടേക്കാം. സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കേണ്ടതാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. എല്ലാവരോടും വളരെ കാര്യമാത്ര പ്രസക്തമായും സ്നേഹപൂർവമായും ഇടപെടേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വളരെ ആലോചിച്ച് തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സന്ദർഭമാണ്. അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ തൊഴിൽ രംഗത്തായാലും ജീവിതത്തിലെ മറ്റു കാര്യങ്ങളിലായാലും ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാവുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ സൂക്ഷ്മമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. എത്രയൊക്കെ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായാലും അതിനെയെല്ലാം ഫലപ്രദമായി തരണം ചെയ്ത് മറികടന്ന് ജീവിതത്തിൽ നല്ല ഉയർച്ചയും പുരോഗതിയും കൈവരിക്കാൻ തീർച്ചയായിട്ടും നിങ്ങളെക്കൊണ്ട് സാധിക്കും. അതിന് കഴിവുള്ള വ്യക്തിയാണ് നിങ്ങൾ. ഏറ്റവും ശരിയായ രീതിയിൽ ഗ്രഹസ്ഥിതി വിശകലനം നടത്തി വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന പുതുവത്സരം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. തൽക്കാല ഗ്രഹസ്ഥിതി പറഞ്ഞാൽ 7-ാം ഭാവത്തിൽ വ്യാഴം
9-ൽ കേതു, 3-ൽ രാഹു, 4-ൽ ശനി. ഇങ്ങനെയാണ് ഗ്രഹനില. 7-ലെ വ്യാഴവും 3-ലെ രാഹുവും ധനുക്കൂറിൽപ്പെട്ട നാളുകാർക്ക് അനുകൂലമാണ്. 4-ലെ ശനി അത്ര നല്ലതല്ല. 9-ലെ കേതുവും നല്ലതല്ല. പുതിയ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കാനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ടാകും. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഉയർച്ചയും പുരോഗതിയും തങ്ങളുടെ കർമ്മരംഗത്ത് വളർച്ചയും ഉണ്ടാകുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത്. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനും അവസരം ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലിയിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് സന്ദർഭം ലഭിക്കുന്നതാണ്. അന്യദേശങ്ങളിൽ IT ആയാലും ബിസിനസ് ആയാലും വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വളരെ ഗുണമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ സ്ഥാനക്കയറ്റവും ഉയർച്ചയും ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വരുമാനം വന്നു ചേരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ പ്രതീക്ഷിച്ചതിൽ കൂടുതലായിട്ടുള്ള സൗകര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം കുറച്ച് കാലങ്ങളായി അന്വേഷിച്ചുകൊണ്ടിരുന്ന ഏറ്റവും തൃപ്തികരമായ വാസസ്ഥാനം നിങ്ങൾക്ക് അവിടെ നേടിയെടുക്കാനുള്ള സന്ദർഭവും കാണുന്നുണ്ട്. ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും പുരോഗതിയും കൈവരിക്കാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി കൈവരിക്കാൻ കഴിയും. അതുവഴി ഉപരിപഠന കാര്യങ്ങളിലും ഉദ്ദേശിക്കുന്നത് പോലെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. കച്ചവടക്കാരെ സംബന്ധിച്ച് സാമ്പത്തികമായി നല്ല പുരോഗതി കൈവരിക്കാൻ അവസരമുണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. കുടുംബത്തിൽ പൊതുവെ പലതരത്തിലുള്ളതായ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ അഭിമാനവും സന്തോഷവും അനുഭവപ്പെടുന്നതാണ്. വിവാഹ ആലോചനകളിൽ തീരുമാനമാകുന്നതാണ്. പ്രണയകാര്യങ്ങളിൽ ഫലപ്രാപ്തി ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ദീർഘകാലമായി മനസ്സിൽ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങൾ പലതും നേടിയെടുക്കാൻ അവസരം ലഭിക്കും. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിലെ വളരെ സുപ്രധാനമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് വരുന്നത്. വളരെ അത്ഭുതകരമായ വിസ്മയകരമായ നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. സൂക്ഷ്മമായ രീതിയിൽ നിങ്ങളുടെ ജനന സമയം അനുസരിച്ചുള്ള ഗ്രഹനില കണക്കാക്കി അതിൻ പ്രകാരം രാശി വിചിന്തനം ചെയ്ത് ഉചിത പ്രതിവിധികളൊക്കെ നടപ്പിലാക്കി മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ഉയർച്ചയും പുരോഗതിയും നേടിയെടുക്കാൻ കഴിയും. പൂരാടം നാളുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സമയമാണ് ഈ വരുന്ന പുതുവർഷത്തിൽ കാണുന്നത്. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കത് സാധിക്കും. വിദേശ തൊഴിലിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനും അവസരമുണ്ടാകും. അന്യദേശങ്ങളിൽ IT, ബിസിനസ് തുടങ്ങി വിവിധങ്ങളായ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വളരെയധികം ഉയർച്ചയും പുരോഗതിയും ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിൽ തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റം, ഉയർച്ച, സാമ്പത്തികമായി പുരോഗതി, വരുമാന വർധനവ് ഇതൊക്കെ കൈവരിക്കാൻ കഴിയും. നിങ്ങൾക്ക് അവിടെ കൂടുതലായി സൗകര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. ദീർഘകാലമായി ആഗ്രഹിച്ചു കൊണ്ടിരുന്ന നല്ല വാസസ്ഥാനം നേടിയെടുക്കാൻ അവസരമുണ്ടാകും. കുട്ടികളെ സംബന്ധിച്ച് പഠനകാര്യങ്ങളിൽ വളരെ നേട്ടങ്ങൾ കൈവരിക്കാവുന്ന ഒരു സമയമാണ്. അതോടൊപ്പം ഉപരിപഠന കാര്യങ്ങളിലും അതിൻ്റേതായ പ്രയോജനം ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. കച്ചവടക്കാർക്ക് വളരെയധികം സാമ്പത്തിക ലാഭം ലഭിക്കേണ്ടതായ ഒരു സന്ദർഭമാണ് ഇത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ബിസിനസ് മേഖലയെ കൂടുതൽ വിപുലീകരിക്കുന്നതിനും ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിനും നിങ്ങൾക്ക് അവസരം ലഭിക്കുക തന്നെ ചെയ്യുന്നതാണ്. ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്.
വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടായേക്കാം. കുടുംബത്തിൽ സന്തോഷകരമായ അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളും അത്ഭുതകരമായ മാറ്റങ്ങളും വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. സമഗ്രവും സമ്പൂർണവുമായ രാശി വിചിന്തനം നടത്തി ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ കാര്യങ്ങളിലും നല്ല വിജയം നേടാവുന്നതാണ്. ഉത്തരാടം നാളുകാരെ സംബന്ധിച്ച് ഈ വരുന്ന പുതുവർഷം പൊതുവെ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നതായിരിക്കും. പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഒരല്പം തടസ്സം കാണുന്നുണ്ട്. ഉദ്ദേശിക്കുന്നത് പോലെ പെട്ടെന്ന് ആ കാര്യം നടക്കണമെന്നില്ല. നിങ്ങളുടെ നിലവിലുള്ള കർമ്മരംഗത്തും വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ആലോചിച്ച് തീരുമാനങ്ങളെടുത്ത് മുമ്പോട്ട് പോവുക. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വരാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നില്ലെന്ന് വരാം. യാത്രാക്ലേശം, അലച്ചിൽ, പലതരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വളരെയധികം മനപ്രയാസം അനുഭവപ്പെടുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഒരു സമയമാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തിയേക്കാം. ജീവിതത്തിൽ നിങ്ങൾ കണക്കാക്കുന്നതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുക, നിരാശാഭരിതമായ സാഹചര്യങ്ങൾ ഉണ്ടാകുക, പലതരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവപ്പെടുക, ഇതെല്ലാം സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടാകുന്നതാണ്. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾക്കിടയുള്ളതിനാൽ വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോവുക. സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുന്നത് വളരെ നന്നായിരിക്കും. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ ഉണ്ടായേക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരുന്നത്. അതുകൊണ്ട് സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ തടസ്സങ്ങളെയും പ്രതികൂലങ്ങളെയും മറികടന്ന് ഇനിയും നല്ല വിജയങ്ങൾ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. തിരുവോണം നാളിന് ഈ വരുന്ന പുതുവർഷം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. കുറേ കാര്യങ്ങളിലൊക്കെ അനുകൂലമായ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. പുതിയ ജോലി നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ആഗ്രഹിച്ചതുപോലെ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം കിട്ടും. നിങ്ങളിൽ പലർക്കും നൂതന സംരംഭങ്ങൾ തുടങ്ങുവാനായിട്ട് സാഹചര്യമുണ്ടാകും. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെയുള്ള മാറ്റങ്ങൾക്കിട വരുന്നതാണ്. സ്വന്തമായി വിവിധ മേഖലകളിൽ തൊഴിലുകൾ ചെയ്യുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കർമ്മരംഗത്ത് വിജയവും പുരോഗതിയും ഉയർച്ചയും നേടിയെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. വിദേശ തൊഴിലിന് പോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് പക്ഷേ ചില തടസ്സങ്ങൾ കൂടുതലായിട്ടുണ്ടായേക്കാം. നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ അബദ്ധങ്ങൾ സംഭവിക്കുന്നതിനോ ധനനഷ്ടമുണ്ടാകുന്നതിനോ സാധ്യതയുള്ളതിനാൽ വളരെ ആലോചിച്ച് വേണ്ട ശ്രദ്ധയോടുകൂടി തന്നെ ആ വക കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും സൂക്ഷ്മതയും ഉണ്ടായിരിക്കുന്നത് ബന്ധങ്ങളെ നല്ല നിലയിൽ കൊണ്ടുപോകുന്നതിന് സഹായിക്കും. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സുപ്രധാനമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് വളരെയധികം ആലോചിച്ച് ചെയ്യേണ്ടതാണ്. ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ വളരെ വഴിത്തിരിവിന് കാരണമായി തീരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു പരിവർത്തന കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ കണ്ടെത്തി ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് ഇനിയും നല്ല വിജയം നേടാവുന്നതേ ഉള്ളൂ. അവിട്ടം നാള് വരുന്നത് 2 കൂറിലോട്ടായിട്ടാണ്
മകരക്കൂറിലും കുംഭക്കൂറിലും. ഈ വരുന്ന പുതുവർഷം നോക്കിക്കഴിഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ 2 കൂറിൽപ്പെട്ട അവിട്ടനാളിനും വരാൻ പോകുന്നത്. മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ശരിയായി നടന്നുകൊള്ളണമെന്നില്ല. അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും അനുഭവപ്പെടാം. പ്രവർത്തന രംഗത്ത് വളരെ പ്രതികൂല സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. യാത്രാക്ലേശം, അലച്ചിൽ ഇതൊക്കെ ഉണ്ടായേക്കാം. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആ കാര്യത്തിൽ ഒരല്പം കാലതാമസം അനുഭവപ്പെടാം, തടസ്സമുണ്ടാവുകയും ചെയ്യാം. വിവിധ മേഖലകളിൽ സ്വന്തമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് തടസ്സങ്ങളും കാലതാമസങ്ങളും ഒക്കെ അനുഭവപ്പെടാം. സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. നിങ്ങളുടെ കർമ്മരംഗത്ത് പരാജയം അനുഭവപ്പെടുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളിൽ ചിലർക്കൊക്കെ നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അവസരം ലഭിച്ചേക്കാം. ശരിയായ രീതിയിൽ പഠിച്ചു മനസ്സിലാക്കി തന്നെ പോകേണ്ടതാണ്. കച്ചവടക്കാർക്ക് സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെയധികം സൂക്ഷ്മത ഉണ്ടായിരിക്കേണ്ടതാണ്. സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാൻ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയെപ്പറ്റി ശരിക്ക് ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കി വേണ്ട തീരുമാനങ്ങൾ എടുത്ത് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. ജീവിതത്തിൽ ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതിനാൽ തന്നെ വളരെ സുപ്രധാനമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് വരുന്നത് എന്ന് പറയേണ്ടി വരും. നിങ്ങൾക്ക് വളരെ വിസ്മയകരമായ, അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പരിവർത്തന കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സൂക്ഷ്മമായ ജനന സമയമനുസരിച്ചുള്ള സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. ചതയം നാള് കുംഭക്കൂറിൽ വരുന്നതാണ്. ഇപ്പോഴത്തെ തൽക്കാല ഗ്രഹസ്ഥിതി പറഞ്ഞാൽ ജന്മരാശിയിൽ രാഹു, 2-ൽ ശനി, 5-ൽ വ്യാഴം, 7-ൽ കേതു, ഇങ്ങനെയൊക്കെയാണ് ഗ്രഹനില. ഇതിൽ 5-ലെ വ്യാഴം മാത്രമാണ് അനുകൂലമായിട്ട് കാണുന്നത്. ബാക്കിയൊന്നും അത്ര അനുകൂലമല്ല. ചതയം നാളുകാർക്ക് ഈ വരുന്ന പുതുവർഷം ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സ്ഥിതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഉടനെ നടന്നുകൊള്ളണമെന്നില്ല. അപ്രതീക്ഷിതമായി തടസ്സങ്ങൾ പല കാര്യത്തിലും ഉണ്ടാകാം. പ്രവർത്തന രംഗത്ത് വളരെ പ്രതികൂല സാഹചര്യങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. യാത്രാക്ലേശവും അലച്ചിലും ഇടവിട്ട് അനുഭവപ്പെടാം. സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടായേക്കാം. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്കും തടസ്സങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും കാര്യപരാജയങ്ങളും ഒക്കെ അനുഭവിക്കാനിടയുണ്ട്. നിങ്ങളുടെ കർമ്മ മേഖലയിൽ അത്ര അനുകൂലമല്ലാത്ത പല മാറ്റങ്ങളും ഉണ്ടാകാവുന്നതായ ഒരു കാലഘട്ടമാണ് ഈ വരാൻ പോകുന്നത്. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുണ്ട്. വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബിസിനസ്സിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കി തന്നെ പരിശ്രമം തുടരേണ്ടതാണ്. ദീർഘനാളായി നിങ്ങൾ മനസ്സിൽ കാണുന്ന ചില ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള സാധ്യതയും ഉണ്ട്. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധികൾ കണ്ടെത്തി അത് അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ ആഗ്രഹിക്കുന്നത് പോലെയുള്ള നല്ല ഉയർച്ചയും പുരോഗതിയും ഇനിയും നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. പൂരുരുട്ടാതി നക്ഷത്രക്കാർ വരുന്നത് 2 കൂറുകളിലായിട്ടാണ്. പൂരുരുട്ടാതി ആദ്യ 3/4 ഭാഗം കുംഭക്കൂറിലും അവസാന 1/4 ഭാഗം മീനക്കൂറിലും. പൂരുരുട്ടാതി
ഈ 2 കൂറുകളിൽ വരുന്നവർക്കും പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ്. വിചാരിക്കുന്നത് പോലെ ആവില്ല കാര്യങ്ങളെല്ലാം വരുന്നത്. മനക്ലേശകരമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഈ കാലയളവിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളും അതോടൊപ്പം വന്നു ചേരാൻ ഇടയുണ്ട്. നല്ലൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം, കാലതാമസം ഉണ്ടാകാം. എന്നിരുന്നാലും പരിശ്രമം തുടരുക. വിവിധ മേഖലകളിൽ സ്വന്തം തൊഴിലുകൾ ചെയ്യുന്നവർക്കും കാര്യപരാജയങ്ങളും കാര്യതടസ്സങ്ങളും മനപ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കച്ചവടക്കാരെ സംബന്ധിച്ച് സാമ്പത്തിക ഇടപാടുകളിലൊക്കെ തന്നെ വളരെ സൂക്ഷ്മതയും ജാഗ്രതയും പാലിക്കണം. ആലോചനക്കുറവും അശ്രദ്ധയും കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ നഷ്ടങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും വന്ന് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അന്യരാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും തടസ്സങ്ങളൊക്കെ വരാം. നിങ്ങൾ അങ്ങനെയുള്ള ശ്രമത്തിനിടയിൽ നഷ്ടങ്ങൾ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. വിവിധ മേഖലകളിൽ സ്വന്തമായി പ്രവൃത്തി എടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് പ്രതികൂല സാഹചര്യങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും മറ്റ് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ചില പ്രതികൂലമായ സാഹചര്യങ്ങളും മന്ദഗതിയുമൊക്കെ അനുഭവപ്പെട്ടേക്കാം. അതുകൊണ്ട് സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ ഏതു വിധത്തിലുമുള്ള തടസ്സങ്ങളെയും മറികടന്ന് നല്ല വിജയം നേടിയെടുക്കാനായിട്ട് ഇനിയും നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. ഉത്രട്ടാതി നാളുകാർ മീനക്കൂറിൽ വരുന്നവരാണ്. ജന്മശനി, അതോടൊപ്പം 4-ൽ വ്യാഴം, 6-ൽ കേതു, 12-ൽ രാഹു, ഇങ്ങനെയാണ് തൽക്കാല ഗ്രഹസ്ഥിതി പറഞ്ഞാൽ. ഇതിൽ 6-ലെ കേതു പൊതുവെ അനുകൂലമാണ്. ബാക്കിയുള്ളതൊന്നും അത്ര കണ്ട് അനുകൂലമല്ല. ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സമയം ഉണ്ടാകും. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് കുറച്ച് കാലതാമസം ഉണ്ടാകും. എങ്കിലും ശ്രമം തുടരുക. സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചും അവരവരുടെ തൊഴിൽ മേഖല നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ വളരെ നന്നായി പരിശ്രമിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകാൻ സാധ്യത കാണുന്നുണ്ട്. ദീർഘകാലമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എന്നാൽ ഒരു തീരുമാനം ഉണ്ടാകാവുന്ന സമയമാണ്. നിങ്ങളിൽ ചിലർക്കൊക്കെ നൂതന സംരംഭങ്ങൾ തുടങ്ങുവാൻ അവസരം വരും. യാത്രാക്ലേശം, അലച്ചിൽ ഇതൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ പ്രവർത്തനം നടത്തുന്നവർ വളരെ ജാഗ്രതയോടെ കാര്യങ്ങൾ ചെയ്യണം. നിങ്ങളുടെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം പല ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം. കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകൾക്കൊക്കെ സാധ്യതയുണ്ട്. വിവാഹ ആലോചനകൾ കുറച്ച് നീണ്ടുപോകുന്നതിന് സാധ്യത കാണുന്നുണ്ട്. സംഭാഷണത്തിൽ നല്ല കരുതലും മിതത്വവും ശീലിക്കുക. എല്ലാവരോടും നന്നായി ഇടപെടുക. ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ഇടപെടുന്നത് ഒരു ശീലമാക്കുക. ഇങ്ങനെയെല്ലാം മനസ്സിൻ്റെ ടെൻഷനും പിരിമുറുക്കവും ഒഴിവാക്കാൻ വേണ്ടത്ര കരുതൽ ശീലിക്കുക. ഈ വരുന്ന കാലഘട്ടമെന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ്. വളരെ വലിയ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സൂക്ഷ്മമായ ജനന സമയം അനുസരിച്ച് സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കാണുന്നതിലൂടെ മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ കാര്യങ്ങളിലും വളരെ നല്ല വിജയവും പുരോഗതിയും ഉണ്ടാകുന്നതാണ്. രേവതി നക്ഷത്രക്കാർക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന കാലമാണ്. മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാം ശരിയാകണമെന്നില്ല. പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാം. സാമ്പത്തിക നഷ്ടങ്ങളും കാര്യപരാജയങ്ങളും അനുഭവപ്പെടാം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സം നേരിട്ടേക്കാൻ ഇടയുണ്ട്. എന്നാൽ പരിശ്രമം തുടരുക.
വിദേശ രാജ്യങ്ങളിൽ പോകാൻ ശ്രമിക്കുന്നവർക്കും ആ തടസ്സം ഉണ്ടാകാം. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ധനനഷ്ടം ഉണ്ടാകാതെ ഇരിക്കാൻ വളരെ ശ്രദ്ധ വേണം. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത്ര പുരോഗതി ഉണ്ടായെന്ന് വരില്ല. വളരെ സൂക്ഷ്മതയോടെ ശ്രമിക്കുക. അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും വളരെ ജാഗ്രത പാലിക്കണം. നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ ജോലിയിൽ പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. മാനസിക സംഘർഷം ഒഴിവാക്കുക. മനക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനെ വേണ്ട രീതിയിൽ തരണം ചെയ്യാനായിട്ട് പരിശീലിക്കുക. സംഭാഷണങ്ങളിൽ വളരെ കരുതലും മിതത്വവും ശാന്തതയും ശീലിക്കുക. എല്ലാവരോടും ശാന്തതയോടുകൂടി ഇടപെട്ട് ശീലിക്കുക. ഈ വരാൻ പോകുന്ന മാറ്റങ്ങളുടെ കാലമെന്ന് പറയുന്നത് വളരെ വലിയ അത്ഭുതകരമായ ജീവിത പരിവർത്തനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് കാരണമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ അറിഞ്ഞ് ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ തടസ്സങ്ങളെയും ദോഷഭാവങ്ങളെയും തരണം ചെയ്ത് നല്ല വിജയം നേടാനായിട്ട് കഴിയും. നന്ദി, നമസ്കാരം.